പിയോൺ ബോട്ടിക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇതൊരു സിൽക്കി കോട്ട സാരിയാണ്, യെല്ലോ ഷെയ്ഡിൽ. ഇതിൽ എംബ്രോയ്ഡറി വർക്കാണ് വരിക, നല്ല ഭംഗിയായിട്ടുള്ള എംബ്രോയ്ഡറി വർക്കും. ഇങ്ങനെയാണ് ഇതിൻ്റെ പല്ലു വരിക. പല്ലും വളരെ ഭംഗിയായിട്ട് തന്നെ വന്നിരിക്കുന്നു. ഇങ്ങനെയാണ് ഇതിൽ വരുന്ന ഡിസൈനും. ഇങ്ങനെയാണ് സൈഡിൽ ഒരു ക്രോഷ്യ ലേസും അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഹാഫായിട്ട് ഫ്ലീറ്റ്സിൻ്റെ ഭാഗത്തും ആ എംബ്രോയ്ഡറി വർക്ക് വരുന്നുണ്ട്. ഞാൻ ഈ ടൈപ്പിൻ്റെ കളറുകളും പിന്നെ വേറൊരു ടൈപ്പിൻ്റെ, അങ്ങനെ 2 ടൈപ്പിൻ്റെയാണ് ഇതിനകത്ത് കാണിക്കുന്നത്. ഞാൻ വേറെ ചെയ്തിരിക്കുന്ന സെയിം സാരി തന്നെയാണിത്. സിൽക്കി കോട്ട എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം, ഒത്തിരി ട്രാൻസ്പെറൻ്റ് അല്ല. പക്ഷേ ഇത് ട്രാൻസ്പെറൻ്റ് ആണെങ്കിൽ തന്നെയും നമ്മുടെ ഈ ബോഡി പാർട്ടിൽ ഇത്രയും വർക്ക് വന്നിരിക്കുന്ന കാരണം യാതൊരു പ്രോബ്ലവും ഇല്ല. നമുക്ക് 1 ലെയർ ആയിട്ടും, അതുപോലെ ഞാനിപ്പോൾ വെയർ ചെയ്തിരിക്കുന്ന ചെറിയ ചെറിയ ഫ്ലീറ്റ്സ് എടുത്തിട്ടാണല്ലോ, അങ്ങനെയും നമുക്കിതിനെ വെയർ ചെയ്യാൻ പറ്റും. നല്ല ഭംഗിയായിട്ട് ഇതിൽ വർക്ക് വന്നിരിക്കുന്നു. ഈ ഭാഗത്തേക്ക് വരുമ്പോൾ ഹാഫായിട്ടും വരുന്നു. ഇതിൻ്റെ പല്ലു വരുന്നതും ഇങ്ങനെയാണ്. സൈഡിൽ ക്രോഷ്യ ലേസ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. വിത്ത് ബ്ലൗസ് പീസ് പ്ലെയിൻ ആണ്. അതിൻ്റെ സ്ലീവിൻ്റെ എൻഡിൽ ഈ ക്രോഷ്യ ലേസ് വേണമെങ്കിൽ നമ്മൾക്ക് പിടിപ്പിക്കാം, വേണ്ടെങ്കിൽ അതും വേണ്ട. ഇതാണ് ഇതിൻ്റെ മെറ്റീരിയൽ വരുന്നത്. ഈ മെറ്റീരിയൽ ഇങ്ങനെയാണ് ഇതിൻ്റെ മെറ്റീരിയൽ വരിക. ഇതൊരു യെല്ലോ ഷെയ്ഡിലാണ്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 985 ആണ്. ഒണിയൻ പിങ്കിൻ്റെ ലൈറ്റ് ഷെയ്ഡിലാണ് ഈ സാരി വന്നിരിക്കുന്നത്. ഇതിലും ഈ എംബ്രോയ്ഡറി വർക്ക് വളരെ പെർഫെക്റ്റ് ആയിട്ട് തന്നെ ചെയ്തിരിക്കുന്നു. ഇങ്ങനെയാണ് ഇതിൻ്റെ ഡിസൈൻ വരിക. ഇത് പല്ലുവിൽ ഇത്രയും വരുന്നു, പിന്നെ ബോഡി പാർട്ടിൽ ഇത്രയും വരുന്നു. ഫ്ലീറ്റ്സിൻ്റെ ഭാഗത്ത് ഇങ്ങനെയാണ് വരുന്നത്. വളരെ സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലാണ്. നമുക്കിത് ഡെയിലി വെയർ ആയിട്ടും എല്ലാം യൂസ് ചെയ്യാവുന്ന ഒരു മെറ്റീരിയലാണ്. ഇങ്ങനെയാണ് ഇതിൻ്റെ പല്ലു വരിക. പല്ലുവിലും നല്ല ഭംഗിയായിട്ട് തന്നെ വന്നിരിക്കുന്നു. ഏത് കളർ ടോണുകാർക്ക് അനുയോജ്യമായ കളർ ഷെയ്ഡാണ്. ഒണിയൻ പിങ്കിൻ്റെ ലൈറ്റ് ഷെയ്ഡാണല്ലോ ഇത്. ഇതിൻ്റെ സൈഡിൽ ഒരു ക്രോഷ്യ ലേസും അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. വിത്ത് ബ്ലൗസാണ്. ബ്ലൗസ് പീസ് പ്ലെയിൻ ആണ്. റേറ്റ് 985. ലൈറ്റ് ലാവൻഡർ ഷെയ്ഡാണിത്. ഇതിലും ആ വൈറ്റ് എംബ്രോയ്ഡറി വർക്ക്, അതുപോലെ ആ എംബ്രോയ്ഡറി വർക്കും നല്ല പെർഫെക്ഷനിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് കേട്ടോ ഈ സാരിക്ക് ഇത്രയും ഭംഗി തന്നെ തോന്നുന്നത്. ശരിക്കും കാണാൻ പറ്റുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതിൻ്റെ പല്ലു വരുന്നു. പല്ലുവിൽ ഇത്രയും വർക്ക് വരുന്നു. ബോഡി പാർട്ടിൽ വരുന്നു. നമുക്ക് 1 ലെയർ ആയിട്ട് ഇതിപ്പോൾ ട്രാൻസ്പെറൻ്റ് ആണോ എന്നുള്ളൊരു ഡൗട്ടിൻ്റെ ആവശ്യമില്ല. കാരണം ഈ വർക്ക് വരുന്ന കാരണം യാതൊരു പ്രോബ്ലവും ഇല്ല. പിന്നെ പ്ലീറ്റ്സിൻ്റെ ഭാഗം വരുമ്പോൾ ഇങ്ങനെയും വരുന്നു. ഇതാണ് പ്ലീറ്റ്സിൻ്റെ ഭാഗത്തേക്ക് വരിക. പല്ലു ഇങ്ങനെ വരുന്നു. സൈഡിൽ ഒരു ക്രോഷ്യ ലേസ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. വിത്ത് ബ്ലൗസ് പീസ് പ്ലെയിൻ ആണ്. നല്ലൊരു ഗ്രേ ഷെയ്ഡിലാണ് ഇത് വന്നിരിക്കുന്നത്. എല്ലാ കളറുകളും ഡാർക്കല്ല, ലൈറ്റ് കളേഴ്സിൽ, പേസ്റ്റൽ കളേഴ്സിലാണ് ഇതെല്ലാം വന്നിരിക്കുന്നത്. ഇതേൽ ആ എംബ്രോയ്ഡറി വർക്കും കൂടെ വരുമ്പോഴേക്കും നല്ല ഭംഗിയായിട്ട് തന്നെ വന്നിരിക്കുന്നു. ഇങ്ങനെയാണ് ഇതിൽ വരുന്ന വർക്ക് വരിക. പ്ലീറ്റ്സിൻ്റെ ഭാഗം വരുമ്പോൾ ഹാഫായിട്ട് തന്നെ ഇത് വരുന്നു. ഇങ്ങനെയാണ് ഇത് വരിക. വിത്ത് ബ്ലൗസാണ്. ബ്ലൗസ് പീസ് പ്ലെയിൻ ആയിട്ട് തന്നെ വരുന്നു. സൈഡിൽ ക്രോഷ്യ ലേസും അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 985 ആണ്. നല്ലൊരു പിസ്ത ഗ്രീൻ ഷെയ്ഡിലാണ് ഈ സാരി വന്നിരിക്കുന്നത്. ഇങ്ങനെ ആണ് ഇതിൻ്റെ ഓൾ ഓവർ വരിക. ഇതെല്ലാം ആ എംബ്രോയ്ഡറി വർക്ക് തന്നെയാണോ ഇതിന് ഏറ്റവും കൂടുതൽ ഭംഗിയാക്കുന്നത്. ബോഡി പാർട്ടിൽ ഇങ്ങനെ വരുന്നു. പ്ലീറ്റ്സിൻ്റെ ഭാഗത്ത് ഇങ്ങനെയും വരുന്നു. ഹാഫായിട്ട് തന്നെ ആ എംബ്രോയ്ഡറി വർക്കുകൾ വരുന്നുണ്ട്. ഇതാണ് ഇതിൻ്റെ പല്ലു വരിക. പല്ലുവിൽ ഈ ഡിസൈൻ ഇങ്ങനെയാണ് വരുന്നത്. ഇതാണ് ഇതിൻ്റെ വിത്ത് ബ്ലൗസ് പീസിൻ്റെ സ്ലീവിൻ്റെ എൻഡിലും ഈ ക്രോഷ്യ ലേസ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. റേറ്റ് വരുന്നത് 985 ആണ്. നല്ലൊരു പിങ്ക് ഷെയ്ഡാണ്. ഈ പിങ്കിലും ഈ വൈറ്റ് എംബ്രോയ്ഡറി വർക്കാണ് വരിക. എല്ലാത്തിൻ്റെ എംബ്രോയ്ഡറി വർക്കുകൾ സെയിമാണ്, കളറ് മാത്രമേ മാറ്റുള്ളൂ. പക്ഷെ എല്ലാം നല്ല കളേഴ്സാണ്. സാധാരണ കാണാറില്ലാത്ത കളറിലാണ് ഇതെല്ലാം വന്നിരിക്കുന്നതും. ഇങ്ങനെ വരുന്ന ഈ ബോഡി പാർട്ടിൽ ഈ ഭാഗത്ത് ഇങ്ങനെയും വരുന്നു. പിന്നെ പ്ലീറ്റ്സിൻ്റെ ഭാഗത്ത് ഹാഫായിട്ടും വരുന്നു. വളരെ സോഫ്റ്റായിട്ടുള്ള മെറ്റീരിയൽ, നമുക്ക് വാഷബിളാണ്. ഡെയിലി വെയർ ആയിട്ടോ എങ്ങനെ വേണമെങ്കിലും നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ ഇത് സ്റ്റാർച്ച് ചെയ്യണമെങ്കിൽ ചെയ്തില്ലെങ്കിലും പ്രോബ്ലം ഇല്ല. ഇങ്ങനെയാണ് ഇതിൻ്റെ പല്ല് വരുന്നത്. വിത്ത് ബ്ലൗസാണ്. ബ്ലൗസ് പീസ് പ്ലെയിൻ ആണ്. റേറ്റ് വരുന്നത് 985. നല്ലൊരു ക്യാരറ്റ് ഷെയ്ഡാണിത്. ഇതിലും വൈറ്റ് എംബ്രോയ്ഡറി വർക്ക് ഇങ്ങനെ ഓൾ ഓവർ വരുന്നു. ഇങ്ങനെയാണ് ഇതിൻ്റെ പല്ലു വരിക. ഇങ്ങനെയാണ് ബോഡി പാർട്ടിൽ. പ്ലീറ്റ്സിൻ്റെ ഭാഗമാകുമ്പോൾ
ഹാഫായിട്ട് തന്നെ ആ എംബ്രോയ്ഡറി വർക്കുകൾ വരുന്നു. ഇങ്ങനെ വരുന്നു. എല്ലാം നല്ല കളർ ഷെയ്ഡിൽ തന്നെയാണ് വന്നിരിക്കുന്നത്. ഉണ്ട്, ആ എംബ്രോയ്ഡറി വർക്ക് നല്ല ഭംഗിയായിട്ട് തന്നെ വന്നിരിക്കുന്നു. അതുപോലെ ഇതിൻ്റെ പല്ലു, ഇതിൽ ഒരു ക്രോഷ്യോ ലേസും അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഇതാണ് ഈ മെറ്റീരിയൽ. ഇത് കണ്ടോ, ഈ മെറ്റീരിയൽ ഇങ്ങനെയാണ് വരുന്നത്. ഇതിൻ്റെ ഉൾഭാഗമാണിത്. ഇതാണ് ഇതിൻ്റെ പല്ലു. വിത്ത് ബ്ലൗസാണ്. ബ്ലൗസ് പീസ് പ്ലെയിനാണ്. ഞാനിതിന് 1 ലെയറായിട്ട് തന്നെ ഇട്ടിരിക്കുന്നതാണ്. കാരണം ഇതിൻ്റെ വെയ്റ്റും ഇതെല്ലാം അതിൻ്റെ ട്രാൻസ്പെറൻസി എല്ലാം അറിയാൻ വേണ്ടിയിട്ട് തന്നെ. ഇങ്ങനെയാണ് ഇതിൻ്റെ പല്ലു വരിക. ഇതാണ് ഇതിൻ്റെ പല്ലുവിൽ വരുന്ന ഡിസൈൻ ഓൾ ഓവർ വരുന്നത്. ഇങ്ങനെ വരുന്നു. ഇത് ബോഡി പാർട്ടിൻ്റെ നമ്മൾ വെയർ ചെയ്യുമ്പോൾ ഇങ്ങനെ ഇത് 1 ലെയറായിട്ടോ അതുപോലെ ചെറിയ ചെറിയ പ്ലീറ്റ്സ് ആയിട്ടോ നമുക്കിതിന് വെയർ ചെയ്യാൻ പറ്റും. പിന്നെ ബോഡി പാർട്ടിലേക്ക് വരുമ്പോൾ ഇങ്ങനെയാണ് വരിക. ഇതുപോലെ വരുന്നു. വിത്ത് ബ്ലൗസ് പീസ് പ്ലെയിനുമായിട്ടാണ് വരുന്നത്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 985 ആണ്. ഇതും നെറ്റ് കോട്ടയിൽ വരുന്ന സാരിയാണ്. ഇതിൽ എംബ്രോയ്ഡറി വർക്കാണ് വരിക. ഒരു ഗ്രീനിഷ് ബ്ലൂ ഷെയ്ഡിലാണ് വരുന്നത്. 2 സൈഡിലും സിൽവർ ബോർഡറാണ് വന്നിരിക്കുന്നത്. ഇങ്ങനെയാണ് ഇതിൻ്റെ പല്ലു വരിക. ടാസിൽസ് എല്ലാം അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. പ്ലീറ്റ്സിൻ്റെ ഭാഗമാകുമ്പോൾ ഹാഫായിട്ടാണ് ഇതിൻ്റെ എംബ്രോയ്ഡറി വർക്ക് വരിക. ഇതിൻ്റെ റേറ്റ് വരുന്നത് 785 ആണ്. ഇങ്ങനെയാണ് ഇതിൻ്റെ പല്ലു വരുന്നത്. ഇതാണ് സൈഡിൽ സിൽവർ ബോർഡർ വരുന്നു. അതുപോലെ ഫുള്ളായിട്ടും നല്ല ഭംഗിയുള്ള എംബ്രോയ്ഡറി വർക്കുകളാണ് ചെയ്തിരിക്കുന്നത്. ഈ എംബ്രോയ്ഡറി വർക്ക് തന്നെ പ്ലീറ്റ്സിൻ്റെ ഭാഗത്ത് ഹാഫായിട്ടും വരുന്നുണ്ട്. ഇത് വിത്ത് ബ്ലൗസ് പീസിൻ്റെ സ്ലീവിൻ്റെ എൻഡിലും ഈ സിൽവർ ബോർഡർ വരുന്നുണ്ട്. റേറ്റ് വരുന്നത് 785 ആണ്. ഇതും നെറ്റ് കോട്ട തന്നെയാണ്. മെറ്റീരിയൽ എല്ലാം സെയിം തന്നെ. ഡിസൈനിൽ മാറ്റമുണ്ട്. ഇതിനും 2 സൈഡിലും ബോർഡറുണ്ട്. ബോർഡറിനോട് ചേർന്ന് എംബ്രോയ്ഡറി വർക്കുകളും വരുന്നുണ്ട്. അതുപോലെ സ്കാറ്റേഡ് ആയിട്ട് എംബ്രോയ്ഡറി വർക്ക് വരുന്നുണ്ട്. പ്ലീറ്റ്സിൻ്റെ ഭാഗമാകുമ്പോൾ ഹാഫായിട്ടും എംബ്രോയ്ഡറി വർക്കുകൾ വരുന്നുണ്ട്. അത് നല്ല ഭംഗിയുള്ള ഇതാണ്. ഇത് കണ്ടോ, ഈ ഡിസൈനാണ് ഇതിൻ്റെ താഴ്ഭാഗത്ത് ഫുള്ളായിട്ടും വരുന്നത്. ഇങ്ങനെ പല്ലു വരുന്നു. ഇതാണ് ഇതിൽ വരുന്ന ഡിസൈൻ. സിൽവർ ബോർഡർ വരുന്നു. എംബ്രോയ്ഡറി വർക്ക് വരുന്നു. ഇങ്ങനെ സ്കാറ്റേഡ് ആയിട്ടും എംബ്രോയ്ഡറി വർക്ക് വരുന്നു. ഡാസിൽസ് എല്ലാം അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ ഉൾഭാഗം വരുന്നത്. ബ്ലൗസ് പീസ് പ്ലെയിനാണ്. സൈഡിൽ സിൽവർ ബോർഡറും വരുന്നുണ്ട്. റേറ്റ് വരുന്നത് 785 ആണ്. ഒരു പിങ്ക് ഷെയ്ഡിലാണ് ഇത് വന്നിരിക്കുന്നത്. 2 സൈഡിലും സിൽവർ ബോർഡർ വന്നിരിക്കുന്നു. ഇങ്ങനെയാണ് ഈ സാരിയിൽ ഓൾ ഓവർ ഡിസൈൻ വരിക. ഇങ്ങനെ ഇതിൻ്റെ പല്ലു വരുന്നു. പ്ലീറ്റ്സിൻ്റെ ഭാഗത്ത് ഇങ്ങനെ ഹാഫായിട്ട് എംബ്രോയ്ഡറി വർക്കുകൾ വരുന്നുണ്ട്. 2 സൈഡിലും ബോർഡർ വരുന്നുണ്ട്. ഇങ്ങനെയാണ് ഇതിൻ്റെ പല്ലുവിൽ വരുന്ന ഡിസൈൻ. ബോർഡർ സിൽവർ ബോർഡർ വരുന്നു. എംബ്രോയ്ഡറി വർക്കുകൾ വരുന്നു. ഡാസിൽസ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. വിത്ത് ബ്ലൗസ് പീസിൻ്റെ ബോർഡറിൽ ഈ സിൽവർ ബോർഡർ വരുന്നു. പ്ലെയിൻ ആയിട്ടാണ് ബ്ലൗസ് പീസ് വരുന്നത്. റേറ്റ് വരുന്നത് 785 ആണ്. ഇതും പിങ്കിൻ്റെ തന്നെയാണ്. പക്ഷേ ഇതിൻ്റെ എംബ്രോയ്ഡറി വർക്കുകളിലെല്ലാം ഡിഫറൻസ് ആണ് വന്നിരിക്കുന്നത്. ബോഡി പാർട്ടിൽ സ്കാറ്റേഡ് ആയിട്ട് എംബ്രോയ്ഡറി വർക്ക് വരുന്നു. പ്ലീറ്റ്സിൻ്റെ ഭാഗമാകുമ്പോൾ ആ ബോർഡറും ഹാഫായിട്ട് എംബ്രോയ്ഡറി വർക്കും വരുന്നു. ഇങ്ങനെ ഈ ഡിസൈൻ ലോവർ പോർഷനിൽ കംപ്ലീറ്റ് ആയിട്ടും വരുന്നുണ്ട്. ഇങ്ങനെയാണ് ഇതിൻ്റെ പല്ലു വരിക. ബോർഡർ സിൽവർ ബോർഡർ, എംബ്രോയ്ഡറി വർക്ക് വരുന്നു. സ്കാറ്റേഡ് ആയിട്ട് എംബ്രോയ്ഡറി വർക്ക് വരുന്നുണ്ട്. ടാസിൽസ് അറ്റാച്ച് ചെയ്തിരിക്കുന്നു. വിത്ത് ബ്ലൗസാണ്. ബ്ലൗസ് പീസ് പ്ലെയിന്. സ്ലീവിൻ്റെ എൻഡിൽ ഈ സിൽവർ ബോർഡറും വരുന്നു. റേറ്റ് വരുന്നത് 785 ആണ്. ഇതൊരു പിങ്ക് ഷെയ്ഡിലാണ് വരുന്നത്. ഈ കളറ് ഏത് കളർ കുറഞ്ഞവർക്കായാലും നല്ലൊരു കളർ തോന്നിപ്പിക്കുന്ന കളറിലാണ് ഇതെല്ലാം വന്നിരിക്കുന്നത്. ഇതിലൊരു മാംഗോ ഡിസൈനാണ് എംബ്രോയ്ഡറി വർക്ക് വന്നിരിക്കുന്നത്. ഇങ്ങനെയാണ് ഇത് ഓൾ ഓവർ വരിക. ഇങ്ങനെയാണ് ഇതിൻ്റെ പല്ലു വരിക. 2 സൈഡിലും ഒരു സിൽവർ ബോർഡർ വന്നിരിക്കുന്നു. പ്ലീറ്റ്സിൻ്റെ ഭാഗത്ത് ഹാഫായിട്ടും ആ മാംഗോ ഡിസൈൻ വരുന്നുണ്ട്. ഇങ്ങനെയാണ് ഇതിൻ്റെ പല്ലുവിൽ വരുന്നത്. സിൽവർ ബോർഡർ, അതുപോലെ ആ ഡിസൈൻ ഫുള്ളായിട്ടും വരുന്നുണ്ട്. ഡാസിൽസ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. വിത്ത് ബ്ലൗസാണ്. ബ്ലൗസ് പീസിൻ്റെ സ്ലീവിൻ്റെ എൻഡിലും ഈ സിൽവർ ബോർഡർ വരുന്നു. റേറ്റ് 785. ഇതും ഒരു പിങ്ക് ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത്. ഈ ഷെയ്ഡിൽ തന്നെ ഞാനിപ്പം പല ഡിഫറൻസ് ആയിട്ടുള്ള
എംബ്രോയ്ഡറി വർക്കുകളാണ് എല്ലാത്തിലും വരുന്നത്. അതുകൊണ്ട് ഞാനിത് ഓരോന്നായിട്ട് കാണിച്ചത്. കാരണം ഒരു കൺഫ്യൂഷനും വരാതിരിക്കാനാണ്. ഇങ്ങനെയാണ് ഇതിൻ്റെ പല്ലു വരിക. ഇത് ബോഡി പാർട്ട് വരുന്നു. പ്ലീറ്റിൻ്റെ ഭാഗമാകുമ്പോൾ ഇങ്ങനെയും വരുന്നു. ഹാഫായിട്ട് എംബ്രോയ്ഡറി വർക്ക്, സിൽവർ ബോർഡർ രണ്ട് സൈഡിലും വരുന്നുണ്ട്. ഈ ഡിസൈൻ ഇങ്ങനെയാണ് വരിക. ലോവർ പോർഷനിൽ ഈ ഡിസൈൻ വരുന്നത്. പല്ലു ഇങ്ങനെയാണ് വരുന്നത്. ഡാസിൽസ് എല്ലാം അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. സ്കാറ്റേർഡായിട്ട് എംബ്രോയ്ഡറി വർക്കും വരുന്നുണ്ട്. വിത്ത് ബ്ലൗസ് പീസ് പ്ലെയിനിൻ്റെ സ്ലീവിൻ്റെ എൻഡിൽ ഈ സിൽവർ ബോർഡറും വരുന്നുണ്ട്. റേറ്റ് വരുന്നത് 785 ആണ്. ഇതും പിങ്ക് ഷെയ്ഡിൽ തന്നെയാണ് വന്നിരിക്കുന്നത്. രണ്ട് സൈഡിലും സിൽവർ ബോർഡർ വന്നിരിക്കുന്നു. ഫുള്ളായിട്ടും എംബ്രോയ്ഡറി വർക്കുകൾ വന്നിരിക്കുന്നു. ഇങ്ങനെയാണ് ഇതിൻ്റെ പല്ലു വരിക. പ്ലീറ്റിൻ്റെ ഭാഗം ഹാഫായിട്ട് തന്നെ എംബ്രോയ്ഡറി വർക്കുകൾ വരുന്നു. ഇതാണ് പല്ലുവിൽ വരുന്ന എംബ്രോയ്ഡറി വർക്ക്. ഡാസിൽസ് എല്ലാം അറ്റാച്ച് ചെയ്തിരിക്കുന്നു. വിത്ത് ബ്ലൗസാണ്. ബ്ലൗസ് പീസ് പ്ലെയിൻ ആണ്. സ്ലീവിൻ്റെ എൻഡിൽ ഈ ബോർഡറും വരുന്നു. നല്ലൊരു സ്കൈ ബ്ലൂ ഷെയ്ഡിലാണ് ഇത് വന്നിരിക്കുന്നത്. മാംഗോ ഡിസൈനാണ്. ഇതിൽ ഓൾ ഓവർ വരിക. ഇങ്ങനെയാണ് ഇതിൻ്റെ പല്ലു വരിക. രണ്ട് സൈഡിലും ബോർഡർ വന്നിരിക്കുന്നു. പ്ലീറ്റ്സിൻ്റെ ഭാഗമാകുമ്പോൾ ഹാഫായിട്ടും ഈ മാംഗോ ഡിസൈൻ വരുന്നു. ഇതാണ് പല്ലുവിൽ ഈ മാംഗോ ഡിസൈൻ വരുന്നുണ്ട്. ഡാസിൽസ് അറ്റാച്ച് ചെയ്തിരിക്കുന്നു. വിത്ത് ബ്ലൗസാണ്. ബ്ലൗസ് പീസ് പ്ലെയിനാണ്. സ്ലീവിൻ്റെ എൻഡിൽ ഈ സിൽവർ ബോർഡറും വരുന്നുണ്ട്. റേറ്റ് വരുന്നത് 785 ആണ്. ഇതൊരു ക്രീം ഷെയ്ഡിലാണ് എംബ്രോയ്ഡറി വർക്ക് വന്നിരിക്കുന്നത്. പല കളറിലുള്ള എംബ്രോയ്ഡറി വർക്കുകളാണ് ഈ സാരിയിൽ വന്നിരിക്കുന്നത്. ഇങ്ങനെയാണ് ഇതിൻ്റെ പല്ലു വരിക. ബോഡി പാർട്ട് ഓൾ ഓവർ ഈ എംബ്രോയ്ഡറി വർക്ക് ചെയ്തിട്ടുണ്ട്. പ്ലീറ്റ്സിൻ്റെ ഭാഗമാകുമ്പോൾ ഹാഫായിട്ടും വരുന്നു. രണ്ട് സൈഡിലും സിൽവർ ബോർഡറും വരുന്നുണ്ട്. ഇങ്ങനെയാണ് ഇതിൻ്റെ പല്ലു വരിക. പല്ലുവിൽ ഇതുണ്ട്, പല കളറിലാണ് ആ എംബ്രോയ്ഡറി വർക്കുകൾ വന്നിരിക്കുന്നത്. പല ഷെയ്ഡിൽ. അതാണ് ഇതിന് ഭംഗിയാക്കുന്നതും. വിത്ത് ബ്ലൗസാണ്. ബ്ലൗസ് പീസ് പ്ലെയിനായിട്ട് വരുന്നു. ബോർഡറും വരുന്നുണ്ട്. വാഷബിളാണ്. ഡെയിലി വെയർ ആണ് ഈ സാരി. റേറ്റ് വരുന്നത് 785 ആണ്. ഇതൊരു യെല്ലോ ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത്. ഇതിലും ഫുള്ളായിട്ടും എംബ്രോയ്ഡറി വർക്കുകൾ പല ഷെയ്ഡുകളിലാണ് വന്നിരിക്കുക. ഇങ്ങനെയാണ് ഇതിൻ്റെ പല്ലു വരിക. രണ്ട് സൈഡിലും ബോർഡർ വരുന്നു. സിൽവർ ബോർഡറിൽ വരുന്നു. ഇങ്ങനെയാണ് വരിക. പ്ലീറ്റ്സിൻ്റെ ഭാഗമാകുമ്പോൾ ഹാഫായിട്ടും ആ എംബ്രോയ്ഡറി വർക്കുകൾ വരുന്നുണ്ട്. ഇങ്ങനെയാണ് പല്ലു വരുന്നത്. ഡാസിൽസ് എല്ലാം അറ്റാച്ച് ചെയ്തിരിക്കുന്നു. വിത്ത് ബ്ലൗസാണ്. ബ്ലൗസ് പീസ് പ്ലെയിനായിട്ട് വരുന്നു. സ്ലീവിൻ്റെ എൻഡിൽ ഈ സിൽവർ ബോർഡറും വരുന്നുണ്ട്. എല്ലാം വാഷബിളാണ്. ഡെയിലി വെയർ ആണ്. അപ്പോൾ ഇത് ഞാൻ ഈ രണ്ട് ടൈപ്പ് സാരികളാണ് കാണിച്ചത്. അതിലേതാ ഇഷ്ടമെന്ന് വെച്ചാൽ താഴെ കാണുന്ന നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് അയയ്ക്കുക.